Cautious. Cautious is an adjective and അതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ കെയർഫുൾ ടു അവോയ്ഡ് ഡേഞ്ചർ ഓർ മിസ്റ്റേക്സ്. എന്താണ് കോഷ്യസ് എന്ന് പറഞ്ഞാൽ? ചിന്താശീലമുള്ള. അതായത് എന്താണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ്? നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം അല്ലേ? എന്തിനു വേണ്ടിയിട്ട്? ചില അപകടങ്ങൾ, ആപത്തുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ കോഷ്യസ് എന്ന് പറയുന്നത്. അതിൻ്റെ സിമിലർ ആയിട്ടുള്ള വേർഡ്സ് എന്ന് പറയുന്നത് കെയർഫുൾ, വിജിലൻറ്റ്, പ്രൂഡൻറ്റ്. ഇതാണ് അതിൻ്റെ സിമിലർ ആയിട്ടുള്ള വേർഡ്സ് ആയിട്ട് നമുക്ക് കാണാവുന്നത്. ആൻഡ് വിൽ ലുക്ക് ഇൻ ടു ദ എക്സാമ്പിൾസ്. നേഹ പറയാണ്, യു ഷുഡ് ബി കോഷ്യസ് വെൻ വാക്കിംഗ് ത്രൂ ദിസ് ഏരിയ നൈറ്റ്. നീ വളരെ കെയർഫുൾ ആയിരിക്കണം രാത്രി ഇതുവഴി നടക്കുമ്പോൾ. And the next one is, I am always cautious with new investments to avoid losses. That is, എന്താണ് കരൺ പറയുന്നത്? നീ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം? നീ വളരെ കെയർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ വിജിലൻ്റ് ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? നഷ്ടം തടയാൻ വേണ്ടിയിട്ട്. ആൻഡ് അനദർ സെൻറ്റൻസ്, ബീങ് കോഷ്യസ് വെൻ ട്രാവലിംഗ് ഈസ് അൺഫെമിലിയർ പ്ലേസസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിൽ കൂടി, അല്ലെങ്കിൽ അറിയാത്ത ആളുകളോട് പരിചയപ്പെടുമ്പോൾ, അറിയാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോഴൊക്കെ നമ്മൾ എന്തായിരിക്കണം? വളരെ വിജിലൻ്റ് ആയിരിക്കണം, വളരെ ശ്രദ്ധയോടുകൂടി വേണം ഓരോ സ്റ്റെപ്പും വെക്കാൻ വേണ്ടിയിട്ട്. And the next sentence is, she was cautious in her approach to project, ensuring every detail was perfect. ഇപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യാണ്, നമ്മൾ അലസമായി ചെയ്താൽ എന്ത് പറ്റും? അത് ഫ്ലോപ്പ് ആയി പോകും അല്ലേ? സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വാട്ട് ഹാവ് ടു ബി ഡൺ? നമ്മൾ നല്ല കെയർഫുൾ ആയിട്ട് പക്കായിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? സോ ദെൻ ഓൺലി ദ project will turn out the best. That is why it is given that you have to be cautious in her approach to the project, ensuring every detail was perfect. I hope it's clear for you. The word cautious is clear for you. നിങ്ങൾ എന്ത് ചെയ്യണം? വെറുതെ കേട്ടാൽ മാത്രം പോരാ, you have to include this in your speech also.